വെൽക്കം ടു ഫിനിഷ് ടെക്നോസ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ ഡേറ്റ റെപ്രസെൻറ്റേഷനിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 4-bit 2's complement representation of a decimal number is 1000. The number is ഓക്കെ. നമുക്കറിയാം ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ എന്താണ്? സൈൻ നമ്പേഴ്സിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് നമ്പറിനെ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഡെസിമൽ നമ്പറാണ് തന്നിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നതാണ് ദ ആക്ച്വൽ നമ്പർ ഈസ്. ഓക്കെ, ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷനിൽ നമുക്കറിയാം ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ദ ആക്ച്വൽ ബൈനറി ഫോം തന്നെ ആയിരിക്കും അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഇനി ആ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ആക്ച്വൽ ബൈനറി റെപ്രസെൻറ്റേഷൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ MSB എന്ത് കൊടുക്കും? MSB 1 കൊടുക്കും. അന്നേരം MSB 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ദ ആക്ച്വൽ ഡെസിമൽ നമ്പർ ഈസ് നെഗറ്റീവ് എന്നാണ്. ഓക്കെ, അന്നേരം ഇവിടെ തന്നിരിക്കുന്ന ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ 1000 എന്നാണ്. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് 1000 ഈക്വൽ ടു നമുക്കറിയാം ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് 1000 എന്തായിരിക്കും? വൺസ് കോംപ്ലിമെൻ്റ് പ്ലസ് 1 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് അറിയാം, ഫസ്റ്റ് 1 ഒക്കർ ചെയ്യുന്നവരെ, ഫസ്റ്റ് 1 വരെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ബൈനറി ബിറ്റ്സിനെയും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ദെർഫോർ ടൂസ് കോംപ്ലിമെൻ്റ് ഓഫ് 1000 എന്ത് തന്നെ ആയിരിക്കും? 100 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇതിൻ്റെ MSB 1 ആണ്. ദെർഫോർ ദ ആക്ച്വൽ നമ്പർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ റീസൺ 100യുടെ കൂടെ MSBയിൽ എത്ര നമ്പർ ഓഫ് വൺസ് റിപ്പീറ്റ് ചെയ്താലും അതെല്ലാം എന്താണ്? നോൺ സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആണ്. കാരണം ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പം ഫസ്റ്റ് 1 കഴിഞ്ഞ് വരുന്ന ബാക്കി എല്ലാ വൺസും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ദെർഫോർ ടൂസ് കോംപ്ലിമെൻ്റ് ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് MSBയിൽ എത്ര നമ്പർ ഓഫ് വൺസ് റിപ്പീറ്റ് ചെയ്താലും നമ്പറിൻ്റെ ആക്ച്വൽ ഡെസിമൽ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ദെർഫോർ ലെഫ്റ്റിലോട്ട് വരുന്ന ഏറ്റവും ലെഫ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ വന്ന വൺസിന് ലെഫ്റ്റിലോട്ട് വരുന്ന വൺസ് എല്ലാം എന്താണ്? നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ദെർഫോർ 100യുടെ ലെഫ്റ്റിലോട്ട് ഒരു എക്സ്ട്രാ 1 നമ്മൾ എടുത്താൽ ആ 1ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ എക്സ്ട്രാ 1 നമുക്ക് ലെഫ്റ്റിൽ എടുക്കേണ്ട കാര്യമില്ല. 100യുടെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തപ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടി? 100 തന്നെ കിട്ടി. ഇതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 8 ആയിരിക്കും. പക്ഷേ ഇവിടെ MSB 1 ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? -8 ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ഡൗട്ട്സ് തോന്നാം. നോർമലി +8ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്താണ്? +8ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ 1000 ആണ്. ആ 1000യുടെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1000 തന്നെ കിട്ടും. ദെർഫോർ നമുക്ക് ഡൗട്ട്സ് തോന്നാം. 1000യുടെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ +8ഉം -8ഉം ആയിക്കൂടെ എന്നൊരു ഡൗട്ട്സ് തോന്നാം. പക്ഷേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എത്ര ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്? 4 ബിറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇൻ ജനറൽ n ബിറ്റ് യൂസ് ചെയ്താൽ ദ റേഞ്ച് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടൂസ് കോംപ്ലിമെൻ്റ് ഈക്വൽ ടു -2n-1 മുതൽ +2n-1 വരെയാണ്. എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? -2⁴ ഈക്വൽ ടു 2�3 ഈക്വൽ ടു എന്തായിരിക്കും? -8 ആയിരിക്കും. -8 മുതൽ എവിടം വരെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ? +7 വരെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ +8ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, 4 ബിറ്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് എവിടം വരെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ? +7 വരെ. ദെർഫോർ ടു റെപ്രസെൻറ്റ് +8 അല്ലെങ്കിൽ +8നെ ടൂസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നോർമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് +8 എന്താണ്? 1000 ആണ്. അതിൻ്റെ ലെഫ്റ്റിൽ ഒരു എക്സ്ട്രാ ബിറ്റ് അല്ലെങ്കിൽ അതിനെ 5 ബിറ്റ്സ് ആക്കാൻ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ലെഫ്റ്റിൽ ഒരു 0 കൂടെ ആഡ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ടൂസ് കോംപ്ലിമെൻറ്റിൽ നമ്പർ ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ആ സെയിം ബൈനറി റെപ്രസെൻറ്റേഷൻ തന്നെ ആയിരിക്കും അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. ദെർഫോർ MSB
എന്താണ് 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ് ആയിരിക്കും. ദെയർഫോർ ദ സെയിം നമ്പർ ആയിരിക്കും എന്ത് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ദെയർഫോർ 0 1 0 0 എന്ന് പറയുന്നത് എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? +8 ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? -8 ആയിരിക്കും ആൻസർ. അന്നേരം ഓർത്തിരിക്കുക 1 0 0 എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് ഏത് നമ്പറിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? -8 ആയിരിക്കും. 1 0 0യ്ക്ക് പകരം ലെഫ്റ്റിൽ എത്ര നമ്പർ ഓഫ് വൺസ് റിപ്പീറ്റ് ചെയ്താലും അത് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ എന്തായിരിക്കും? -8 ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ MSB ബിറ്റ് ഒരു 1 ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോട്ട് എത്ര വൺസ് റിപ്പീറ്റ് ചെയ്താലും അതിൻ്റെ ആക്ച്വൽ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്തില്ല? ചേഞ്ച് ഇല്ല. ദെർഫോർ എന്താണ്? ലെഫ്റ്റിലോട്ട് എത്ര വൺസ് റിപ്പീറ്റ് ചെയ്താലും ഫസ്റ്റ് ബിറ്റ് 1 ആൻഡ് അതർ 3 ബിറ്റ്സ് 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? -8 ആയിരിക്കും. ഓക്കെ, +8 ആയിരുന്നെങ്കിൽ എന്താണ്? ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 0 1 0 0 ആയിരിക്കും. കാരണം എന്താണ്? 4 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് +7 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേറ്റർ ദാൻ +7 ആണെങ്കിൽ എത്ര ബിറ്റ്സ് വേണം? 5 ബിറ്റ്സ് വേണം.